ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഒരു സൺഡേ ദിവസം ഞാൻ വീട്ടിൽ പോയപ്പോൾ ഒരു ദിവസം ഞാൻ കുറച്ചൊക്കെ ഒന്ന് എടുത്ത് വെച്ചതാണ്. അപ്പോൾ രാവിലെ തന്നെ നേരത്തെ എണീറ്റു. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് കേട്ടോ എൻ്റെ മുഖത്ത് കണ്ട. ആ സമയം 7 മണിയാകുമ്പോഴത്തേനും അമ്മ വിളിച്ച് എഴുന്നേൽപ്പിച്ചു കേട്ടോ. കാരണം ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോകാണ്ട്. നേരത്തെ എണീറ്റപ്പോൾ തോന്നുമായിരുന്നു അയ്യോ സിനിമയ്ക്കൊന്നും ബുക്ക് ചെയ്യാണ്ടായിരുന്നു, കിടന്നുറങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടാ. പക്ഷെ കുഴപ്പമില്ല, പോവാം. അപ്പം ഞാൻ റെഡിയൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ വേഗം കുളിച്ച് റെഡിയായി. പിന്നെ ഇത് വെറുതെ ഇങ്ങനെ ഞാൻ അടുത്താണ് കേട്ടോ. രാവിലെ എനിക്കിപ്പോൾ അങ്ങനെ മഴയൊക്കെ പെയ്തിട്ട് ഇങ്ങനെ കിടക്കണ കാണാം. എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മഴ പെയ്തിട്ടുള്ള ഒരു ഇതൊക്കെ ഇല്ലേ. അപ്പം അങ്ങനെ ഞാൻ വെറുതെ ഒരു ക്ലിപ്പ് എടുത്ത് വെച്ചതാണ്. ഇവിടെ പോണെന്ന് ഞങ്ങൾ സിനിമയ്ക്ക് പോവാണ്. നിങ്ങൾ ഒരേപോലത്തെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. കളർ ചേഞ്ച്, സെയിം മോഡലിൽ തയ്പ്പിച്ചേക്കണ കോട്ട് സെറ്റ്. അപ്പോൾ അച്ഛൻ വരുന്നില്ല. ഞങ്ങൾ 4 ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പം അച്ഛന് ഇന്ന് എങ്ങടെ പോകണം. അപ്പം അച്ഛൻ വരുന്നില്ല അങ്ങനെ. അപ്പം നമ്മൾ വിഷ്ണു ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ആൾ വരാൻ പറഞ്ഞു. രാവിലെ ഇപ്പം എന്നെ വിളിച്ചുള്ള ആളെ. ഒരു 7:30-7:45 നമുക്ക് 8 മണിയാകുമ്പോൾ പോകണം. അപ്പം ഞങ്ങൾ സിനിമയ്ക്ക് പോയിട്ട് വരാം. പിന്നെ എനിക്ക് 2 മണിക്ക് ഡാൻസ് ഉണ്ട്, അതിനൊക്കെ പോകണം. പിന്നെ 4 മണിക്ക് വേറെ നമ്മുടെ അസോസിയേഷൻ്റെ പരിപാടി ഉണ്ട്. ഒന്ന് നോക്കണേ. അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് നിന്നപ്പോഴത്തേനും നല്ല മഴ തുടങ്ങിയിട്ടാ. നല്ല മഴയല്ല, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മഴ പെയ്തു തുടങ്ങി. നല്ല മഴ ദിവസം ഞങ്ങൾ സിനിമയ്ക്ക് പോവാൻ വിചാരിച്ച ദിവസം. അതെ, ഞങ്ങളുടെ വാർഷികത്തിന് പോകണമെന്ന് വിചാരിച്ചതാണ് ഞങ്ങൾ. പക്ഷെ മാറ്റി വെച്ച് ഉമ്മയ്ക്കായി. അപ്പം നല്ല മഴ. എന്തായാലും ഒന്ന് പോവുക. പക്ഷേ ദൃശ്യം 2 ഞാൻ കണ്ടിട്ടില്ല, 3 കാണാൻ പോകുന്നത്. അതാണ് ഏറ്റവും വലിയ വിറ്റ്. സാരില്ല, നമുക്ക് അങ്ങനെയൊന്നും ഇല്ല. പിള്ളേരുടെ കൂടെ പോകണമെന്ന് മാത്രം. അങ്ങനെ സിനിമ കാണാൻ വലിയ ഇഷ്ടമൊന്നുമില്ല എനിക്ക്. എന്നിട്ട് ഞങ്ങൾ ഓരോ സിനിമയ്ക്ക് പോകുമ്പോൾ ഇങ്ങനെ പറയൂട്ടാ, നിങ്ങൾ ചേട്ടനും എനിക്ക് പോവുക, ഞങ്ങളെ കൊണ്ടുപോകണല്ലേ. കൂട്ടിട്ട് മഴയൊന്നും നിൽക്കട്ടെ. ഹലോ, ഇങ്ങോട്ട് പറയാനുള്ളേ മഴയാ. മഴ കുറയുന്നൊക്കെ വിചാരിച്ച് കുറച്ചേരൊക്കെ ആള് നോക്കിയിരുന്നു. പിന്നെ മഴ കുറയണ്ടായപ്പോ അച്ഛൻ പോവാണ് കേട്ടോ. സ്റ്റാൻഡ് ഇട്ടില്ല, എപ്പോഴും ഇല്ല. അപ്പം ഞാൻ പറയാം സ്റ്റാൻഡ് എന്ന് പറഞ്ഞ് ഇതൊക്കെ തട്ടിലേ ആള് പോവാ. ഇത് നമ്മുടെ ബാഗ് കാണിച്ചാ ഡ്രൈവർ കറക്റ്റ് സമയത്ത് എത്തില്ലേ. ഇതാണ് നമ്മുടെ വെട്ടുകാട് സെന്റർ. നമ്മുടെ വിഷ്ണു ചേട്ടൻ. പുറത്ത് കയറോ പ്ലീസ് പ്ലീസ് പ്ലീസ്. അതിലെ വേണം. കണ്ണ് കണ്ടാ അറിയാം. ചോദിച്ചിരിക്കുന്നു പോണ വഴിയാണ്. ഞാൻ ഉദ്ദേശിച്ചത് നല്ല തിരക്കായിന്ന് മീൻസ് സ്ഥലം അങ്ങനെ നല്ല തിരക്കൊക്കെ ആയി തുടങ്ങി എന്നാണ് കേട്ടോ. അത്രയും നേരത്തെ ആയ കാരണമാണ് അത്രയും വലിയ തിരക്കില്ലാത്തത്. പിന്നെ ഇവിടെ തൊട്ടടുത്താണല്ലോ സുവോളജിക്കൽ പാർക്ക്. അപ്പോൾ അവിടേക്കുള്ള വണ്ടികളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല തിരക്ക് ആയി തുടങ്ങി നമ്മുടെ ആ ഒരു ഭാഗം കേട്ടോ.
ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് കുറേ വണ്ടികളുണ്ടായിരുന്നു. അവിടെ പാർക്കിൻ്റെ ഉള്ളിലെ പാർക്കിങ്ങൊക്കെ ഫില്ലായിട്ടാന്ന് തോന്നുന്നുണ്ട്, പുറത്തേക്കൊക്കെ വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിത് നമ്മുടെ തിയേറ്റർ എത്തിയിട്ട ഫൺ മൂവീസ് ഒല്ലൂർ ആ ഭാഗത്തുള്ളതാട്ടോ ഞങ്ങൾ ബുക്ക് ചെയ്തത്. ആദ്യമായിട്ടല്ലേ ഇവിടെ കയറണേ? തിയേറ്റർ ഉണ്ടെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തെ എങ്ങാണ്ട് വട്ടാന്ന് കൊണ്ടിട്ട് ആ 2 വട്ടം കൊണ്ടുണ്ട്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങുന്നുണ്ടാവണുള്ളൂ കേട്ടോ. ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി, മീൻസ് നമ്മൾ വീട്ടിൽ നിന്ന് ലേറ്റായിട്ട് ഇറങ്ങി എന്ന് തോന്നിയെങ്കിലും പക്ഷെ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് സമയമായിരുന്നു കേട്ടോ. പണ്ടത്തെയൊക്കെ ടിക്കറ്റ് എടുക്കലാണ് എനിക്ക് ഓർമ്മ വരുന്നത്. പണ്ടൊക്കെ സിനിമയ്ക്ക് പോകണമെങ്കിൽ എപ്പോഴോ പോയി വൈകി നിന്ന് ഇതുകൂടി കിട്ടി ടിക്കറ്റ്. ആ ഒരു കാലം പോയി. അതിൻ്റെ അകത്ത് കയറി ഫസ്റ്റ് തന്നെ ഞങ്ങൾ വാഷ്റൂമിലേക്കാണ് പോയത്. അപ്പം പിന്നെ വാഷ്റൂമിൽ കയറിയിട്ട് പിന്നെ പോയി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഇടയിൽ തിരിച്ചിറങ്ങണ്ടല്ലോ, പിന്നെ ഇൻ്റർവെല്ലിന് ഇറങ്ങിയാൽ മതിയല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ബാത്റൂമിൽ പോയപ്പോൾ മിററൊക്കെ കണ്ടപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസും ഫോട്ടോയൊക്കെ എടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളിതേ ടിക്കറ്റൊക്കെ കാണിച്ച് അകത്തേക്കൊക്കെ കടന്നു. അമ്മ ആദ്യമായിട്ടാണ് കേട്ടോ ഈ തിയേറ്ററിലേക്ക് തന്നെ. ഞങ്ങൾ 3 പേരും ഒരു 2-3 വട്ടമൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ ഹൈലൈറ്റ് അതല്ല, ലക്ഷ്യം 2 ആണ് 3 കാണാൻ വേണ്ടി പറയുന്നത്. ഫസ്റ്റ് കണ്ടില്ല, ഇച്ചിരി ചിലപ്പോൾ കണ്ടുണ്ടാവും. പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ കുളിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടൊക്കെ പുറത്ത് എടുത്തു. അതൊക്കെ അറിഞ്ഞ പശുക്കുട്ടീനൊക്കെ കുഴിച്ചിട്ട് അതിനുള്ളിൽ അതൊക്കെ വല്ല അറിഞ്ഞ പറയുന്നത് അറിയില്ല. ആരെയാണോ കുഴിച്ചിട്ടാണ് എന്റെ മോഹൻലാലിനെ വെറുതെ വരും ഡബിൾ റോളും കുഴിച്ചിട്ട് തനിയെ. അങ്ങനെ അതേ ആൾക്കാരൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടൊക്കെ ഇരുന്നു കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ ഇങ്ങനെ അമ്മേനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ദൃശ്യം 2 കാണാണ്ട് 3 കാണാൻ വന്നേക്കല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഇരുന്നു. ഞാൻ കുറേ എക്സ്പെക്റ്റ് ചെയ്തിട്ടാണ് പോയത്. എല്ലാവരും പറഞ്ഞു നല്ല പടമാണ്. പക്ഷെ എനിക്കെന്തോ അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ആർക്കും ഇഷ്ടപ്പെട്ടില്ല. പടം ഉറങ്ങിയത് കണ്ടിട്ട് ഫസ്റ്റ് ഹാഫിലത്തെ ഡ്രാമയാണ്. അവസാനത്തെ അരമണിക്കൂറിലാണ് കയറുള്ളൂ. ഡ്രാമയാണ്, ഇമോഷണൽ പടം. അങ്ങനെയാണ് പറഞ്ഞത്. ദൃശ്യം 2 കാണണോ? ദൃശ്യം 2 കാണല്ലോ. മറ്റേ ക്യാരംസിന്റെ കോയിൻ കളക്ട് ചെയ്യാൻ ആഡ് കണ്ടിട്ടല്ലേ? കൊള്ളാം. പോയി. ഞാൻ നോക്കിയപ്പോൾ അമ്മ ഇരുന്ന് ക്യാരംസ് ഒക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് ബോറടിച്ചെന്ന് തോന്നുന്നുണ്ട്. സിനിമ തുടങ്ങണതിൻ്റെ ആ ഒരു കുറച്ച് സമയമേ ബോറടിച്ചിട്ട് ആള് ക്യാരംസ് ഒക്കെ കളിക്കണ്ടായിരുന്നു. ഫോണിൽ ഇങ്ങനെ ഗെയിമൊക്കെ കളിക്കും കേട്ടോ. മെയിൻലി ക്യാരംസും മറ്റേ എന്താ ഡോങ്കി മാസ്റ്ററില്ലേ, അതൊക്കെയാണ് കേട്ടോ കളിക്കാറ്. പിന്നെ അത് സിനിമയൊക്കെ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഫോൺ ഓണാക്കി പിടിച്ചിരിക്കും കേട്ടോ. നമ്മുടെ ആ ടൈറ്റിലിൻ്റെ ഇത് സ്റ്റോറിയും സ്റ്റാറ്റസൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടണ്ടേ. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിന്നു. വിഷ്ണു ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ഫോട്ടോ എടുക്കാൻ. രണ്ടും കൂടി ഒരുമിച്ച് പറ്റില്ലല്ലോ. ആൾ പറഞ്ഞു സ്ക്രീൻഷോട്ടൊക്കെ എടുക്കാമെന്ന്. പക്ഷേ ഞാൻ പറഞ്ഞു വേണ്ട, അങ്ങനെ ഫോട്ടോ എടുക്കുക പറഞ്ഞിട്ട് ആൾ ഫോട്ടോ എടുത്തു, ഞാൻ വീഡിയോ ഒക്കെ എടുത്തു. മന്തി കിട്ടോ? നിനക്ക് കൊളസ്ട്രോൾ അല്ലേ? ഒരു കഴിക്കാൻ ഒരു വട്ടം കഴിക്കേ, ഒന്നും പറയുന്നില്ലേ. അത് വന്ന ഒരു മാസം ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ് തിന്നാലോ. നിനക്ക് തിന്നാല്ലേ? മയോണൈസൊക്കെ പൊട്ടയാണ് ശരീരത്തിൽ. നാളെ തൊട്ട് തുടങ്ങുക. എന്ത് നാളെ തൊട്ട് ഇപ്പൊ ഗുളി കഴിക്കണല്ലേ? അതല്ലേ, ആ ഗുളി കഴിക്കുന്നത് പിന്നെയും കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത കഴിക്കണ്ടേ.
നാളെ കട ഗ്രില്ഡ് ചിക്കൻ കഴിച്ചോ? അത് കുഴപ്പമില്ല. ഗ്രില്ല് ഇതിന്റെ എല്ലാം കൊണ്ടുവരിക ഷവായി കഴിക്കാൻ കുഴപ്പമില്ല. അതുകൊണ്ട് ഇൻ്റർവെല്ലായപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡ് എന്താ കഴിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് പിന്നെ സിനിമയൊക്കെ കഴിഞ്ഞു കേട്ടോ. അയ്യോ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തൊരു തേങ്ങ സിനിമ, ഒരു പാട്ടുമില്ല, ഒന്നുമില്ല. ഒരു പാട്ടാണ് പിന്നെ ഇതാണ് സിനിമ. അടിയോടടി കാണാൻ പോയാ നിർത്തിട്ട് അടിയോടടി അല്ല അതിരടി. അടിയോടടി അവിടെ നിന്നൊരു വണ്ടി ഉണ്ട് കേട്ടോ. എങ്ങനെയുണ്ടായിരുന്നു ഗൈസ് പടം? റിവ്യൂ പറയൂ. പാട്ടും ഇതൊക്കെ വേണം. ഇത് എന്നിട്ട് സിനിമ ഈ ജോർജ് കുട്ടിയും ഈ കാര്യം തന്നെ. ഇനി ഇതിന്റെ 4ാം ഭാഗം ഇറക്കണം നിർബന്ധിച്ചിട്ട് ഇറക്കിയ പോലെയുണ്ട്. ഇത് 4 ഇനി അതന്നെ. ലാസ്റ്റ് എനിക്ക് എന്തൊക്കെയോ മനസ്സിലായില്ല. ടെസ്റ്റ് വേണമെന്ന് നിർബന്ധിച്ചിട്ട് ആരോട് ചോദിക്കണേ? ഞാൻ കൊറേ പ്രതീക്ഷിച്ചായിരുന്നു സിനിമ. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൾക്കാർ വെറുതെ ഹൈപ്പ് കൊടുത്തിട്ട് എനിക്ക് വെറുതെ നേരം പോയി. ഭയങ്കര ലാഗും ലാസ്റ്റ് എനിക്കൊന്നും മനസ്സിലായില്ല എന്നിട്ടുണ്ടായിരുന്നു. ആദ്യം പറഞ്ഞ് സാധാരണ ചെയ്തത്, പിന്നെ പറയണു ഇവൻ തന്നെ ചെയ്തത്. ആകെ മൊത്തം കൺഫ്യൂഷൻ ആയി, മനസ്സിലായില്ല എന്തൊക്കെയോ. എവിടെ ഉപയോഗിക്കാൻ പോണേ? രാവിലെ ആണെങ്കിൽ ഒന്നും കഴിക്കാണ്ട് പോന്നിട്ടേ ഭയങ്കര വിശപ്പായിരുന്നു. അപ്പം ഉണ്ട് അതേ ഒടുക്കത്തെ ബ്ലോക്ക്. അതിൻ്റെ ഇടയ്ക്കൂടെ അതേ ഒരു ബസ്സും കൊണ്ട് ഇടയിൽ കുത്തി കയറ്റിയിട്ടുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നു ഒരു 10 മിനിറ്റോളം ഞങ്ങൾ ബ്ലോക്കിൽ കിടക്കണ്ടാവുന്നു കേട്ടോ. നല്ല ബ്ലോക്കായിരുന്നു. പിന്നെ അടുത്ത് തന്നെയായിരുന്നു സൂഫി മന്ദിര കട. അത് തന്നെ കുഴപ്പമുണ്ടായില്ല. വിശന്നിട്ടാണെങ്കിൽ ആകെ വയറൊക്കെ ഒരു ജാതി പരിവായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു വിധത്തിൽ ഞങ്ങൾ ബ്ലോക്കൊക്കെ താണ്ടി സൂഫി മന്തിയിൽ എത്തിയിട്ടാ. അപ്പം അതേ അമ്മ ഓടിച്ചാടി കയറുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എങ്ങടാ എത്ര സ്പീഡിൽ പോണേ, അവിടെ അത്ര തിരക്കുണ്ടായിരുന്നില്ല. എന്നിട്ട് പിന്നെ ഞാനും അമ്മയും പോയി ഒരു സീറ്റിലൊക്കെ ഇരുന്ന് അവർ വണ്ടി പാർക്ക് ചെയ്യാൻ പോയി. എൻ്റെ പല്ലിൽ എന്തോ ഒരു ഡിഫറൻസ് തോന്നിയിട്ടാ. അപ്പം കട്ട പോയൊന്ന് നോക്കിയതാണ് കേട്ടോ ഞാൻ. പിന്നെ അങ്ങോട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഫുഡൊക്കെ ഓർഡറൊക്കെ കൊടുത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ട വന്നു. അങ്ങനെ കുറച്ച് നേരത്തെ വെയിറ്റിങ്ങിന് ശേഷം നമ്മുടെ ഫുഡ് എത്തിയിട്ടാ. രാഹുൽ ഷവായും പിന്നെ ഞങ്ങൾക്ക് അൽഫാം മന്തിയാണ് കേട്ടോ പറഞ്ഞത്. അവന് ഷവായി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവൻ അതാ പറഞ്ഞത്. പിന്നെ ഫുഡൊക്കെ വന്നു. ഞാൻ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തിട്ടൊക്കെ കേട്ടോ കഴിക്കാൻ നിന്നേ. അപ്പോൾ അവന് നല്ല സ്പീഡിൽ നല്ല വിശപ്പുണ്ടല്ലോ. അത് കാരണം രാഹുലും മോഹൻ കണ്ട സന്തോഷം, മന്തി കണ്ട സന്തോഷമാണ്. പിന്നെ വിഷ്ണു ചേട്ടനാണെങ്കിൽ മന്തി വിരോധിയാണ്. അതായത് മന്തിൻ്റെ റൈസ് കഴിച്ചില്ല ആളധികം. പിന്നെ ഗീതമ്മ നിർബന്ധിച്ചിട്ടാണ് കുറച്ച് റൈസെങ്കിലും ആൾ കഴിച്ചേട്ടാ. ആള് ചിക്കൻ മാത്രം കഴിച്ചേ. മസാല ഷവായി
അങ്ങനെ ഞാനും നല്ല തട്ടി ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മന്തി. പിന്നെ ഞാൻ അധികം അങ്ങോട്ട് വയറ് ഫുള്ളായിട്ട് കഴിക്കാൻ നിന്നില്ല, കാരണം 2 മണിക്ക് എനിക്ക് ഡാൻസിന് പോകണമായിരുന്നു. അപ്പോൾ ഫുള്ളായിട്ട് ഇങ്ങനെ കഴിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഡാൻസ് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഓൾറെഡി നമ്മൾ കുറേ നാൾക്ക് ശേഷം റീജോയിൻ ചെയ്ത കാരണം കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ വയറും കൂടി ഫുള്ളായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ഭയങ്കര സീനായിരിക്കും. അത് തന്നെ ഞാൻ കുറച്ച് കഴിച്ചോളൂ കേട്ടോ. പിന്നെ നമ്മുടെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് അതേ ബില്ലൊക്കെ വന്നു. നമ്മൾ ബില്ലൊക്കെ ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഇവർ സുലൈമാനിയൊക്കെ കുടിച്ചുട്ടോ. എനിക്ക് ആ സംഭവം അത്ര വലിയ ഇഷ്ടമല്ലാത്ത കാരണം ഞാൻ കുടിച്ചില്ല. പിന്നെ നമ്മുടെ അടുത്ത പ്ലാൻ എന്ന് പറഞ്ഞാൽ ഹൈലൈറ്റ് മാളിലേക്ക് പോകാനായിരുന്നു. ചേട്ടനൊക്കെ എന്തൊക്കെയോ സാധനങ്ങൾ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പം എൻ്റെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് നമ്മുടെ അർച്ചനേച്ചിയും ഇംഗ്ലീഷ് മ്യൂസിയം കാണാമെന്നായിരുന്നു കേട്ടോ. ഞാൻ മുമ്പേ പ്ലാൻ ചെയ്തതാന്ന് നമ്മൾ തട്ടുകടയിൽ പോയപ്പോൾ, പക്ഷെ അന്ന് നടന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോയിട്ട് അവരെ ഞാൻ കണ്ടിട്ട് കുറച്ച് നാളായി. അപ്പോൾ അവർക്കൊന്ന് സർപ്രൈസ് കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പം അത് അന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടാ. നല്ല രസമായിരുന്നു. കുറേ നാൾക്ക് ശേഷം അവരെ കണ്ടപ്പോൾ നല്ല സന്തോഷമായിട്ടാ. അപ്പം അതേ ഞാൻ നോക്കിയപ്പോൾ 2 പേര് അവിടെ നല്ല ബിസി ആയിട്ട് നിൽക്കുകയാണ്. വർത്താനം പറഞ്ഞ് നിൽക്കാട്ടാ. ചേച്ചി രണ്ട് ചേച്ചിമാരും വർത്താനം പറഞ്ഞ് ആരോ വീഡിയോ കോൾ ചെയ്ത് നിൽക്കാം. അതെ, പറയാൻ തരുന്നല്ലേ സർപ്രൈസ്. എന്നെ ലിപ്സ്റ്റിക് വാങ്ങിക്കാൻ പ്രേരിപ്പിക്കുന്നു ഗൈസ്. ഇതേത് നോക്കിയേ. എൻ്റെ കൈ ഇത്രയും ടാൻ അടിച്ചിട്ടുണ്ടെന്നുള്ളത് എനിക്ക് അപ്പോഴാട്ടോ മനസ്സിലായത്. പിന്നെ അതേ ചേട്ടന്മാർ അതൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞു. ഞാൻ അവിടെ നിന്നോളൂ മിനിസോല അവരുടെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ലേറ്റായി. ഞങ്ങൾ വേഗം വീട്ടിലേക്ക് തിരിച്ചു പോന്നു കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.